ഹായ്, ഞാൻ അച്ചുമോനും കൂടി പട്ടിക്കാട് പോവാണ് കേട്ടോ. ബനിയൻ എടുക്കണം അച്ചുമോനെ. കാരണം കടയിലിട്ട് നിൽക്കുമ്പോൾ മിക്കതും കമ്പിയിലിട്ട് കൊളുത്തി വലിക്കുക അല്ലെങ്കിൽ കായക്കറിയാവുകയോ ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ 1-2 ടീഷർട്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ പാറമോട് ട്യൂഷന് പോയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. അങ്ങനെ തന്നെ നമ്മൾ അവിടെയൊക്കെ എത്തി ബനിയൻ നോക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു അച്ചുമോനോട് പോയി എടുത്തോളാൻ. അപ്പോൾ എപ്പോഴും പറയും അമ്മ വായോ എന്ന്. എടുത്തിട്ട് എന്നോട് ചോദിക്കട്ടെ നല്ലതാണോ എന്ന്. ചിലതൊക്കെ പൊട്ടയാണെങ്കിൽ ഞാൻ പറയും നല്ലത് തന്നെയാണ്, എടുത്തോ അച്ചുമോനേന്ന്. കാരണം എടുത്തോന്ന് പറയുമ്പോഴേ അവനൊരു സമാധാനമുള്ളൂ. എന്തായാലും അങ്ങനെ ബനിയനൊക്കെ എടുക്കാൻ എത്തിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാനിവിടെ നിന്ന് ചുരിദാർ കുർത്തിയൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണ് ഗൈസ്. ഞാനിത് വെച്ച് നോക്കിയപ്പോൾ അച്ചുമോൻ പറയുന്നത് എന്താ അമ്മ ലോഹയാണോ നിലത്തിട്ട് അടിച്ചു വരാനാണോ എന്ന്. അങ്ങനെ വേഗം അത് അവിടെ തന്നെ ഇട്ടു കേട്ടോ. അങ്ങനെ 2-3 എടുത്ത് അച്ചുമോൻ ട്രയൽ നോക്കാൻ പോവുകയാണ്. അമ്മയും വായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രയൽ നോക്കാനായി അച്ചുമോൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ കുറേ എണ്ണം ഇട്ട് നോക്കുകയാണ്. അപ്പോൾ അച്ചുമോൻ പറയും ഈ വയർ എന്താ ചെയ്യാൻ അമ്മയെന്ന്. ഞാൻ പറഞ്ഞു അതൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ, അതെന്താ ചെയ്യാൻ പറ്റുകയെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ചെയ്യില്ലേന്ന്. വണ്ണം വെക്കുമ്പോൾ വയറ് ചാടുമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ കുറേ ബനിയിൽ നിന്ന് എടുക്കുമ്പോൾ പാകാവില്ല. അങ്ങനെ അച്ചുമോൻ അവസാനം ഒരെണ്ണം എടുത്തു. ഇത് കഴിഞ്ഞ് പാറമോൾക്ക് ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കണം കേട്ടോ. പാറമോൾക്ക് ഇപ്പോൾ വാട്ടർ ബോട്ടിൽ ഇല്ല, സാധാരണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ വെള്ളം കൊടുത്തു വിടുന്നത്. എന്താണെന്നറിയോ, ഈ വർഷം മേടിച്ച വാട്ടർ ബോട്ടിലുകൾക്ക് എണ്ണയില്ല, അത്രയധികം വാട്ടർ ബോട്ടിൽ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാം പോവും ഗൈസ്. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു ഇനി വാട്ടർ ബോട്ടിൽ ഇല്ല, സാധാ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറേ നാളെ അതിൽ കൊടുത്തു വിടുന്നത് കേട്ടോ. ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു വെള്ളം കൊണ്ടുപോകുന്നു. ഇല്ല അമ്മ ഈ കുപ്പിയിലായതുകൊണ്ട് ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പാവം തോന്നി ഞാനൊരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി തുണികളൊക്കെ അലക്കിയിടായിരുന്നു. അപ്പോൾ ഇതേ ക്ലിപ്പൊക്കെ ഇതേ അപ്പുറത്തേക്ക് വീണിട്ട് അത് എടുക്കാനാണ് അച്ചുമോൻ ഈ സ്ഥലത്ത് കൂടെ പോകുന്നത് കേട്ടോ. എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങനെ പോകാനായിട്ട്. അപ്പോൾ അച്ചുമോൻ തന്നെ എടുത്ത് തരികയാണ്. അങ്ങനെ സന്ധ്യ ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലുണ്ടല്ലോ അടിപൊളി വൈബാണ് കേട്ടോ. കണ്ടോ, വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ, നല്ല രസമായിരിക്കും ആകാശം കാണാനും അതുപോലെ നമ്മുടെ ആ ചുറ്റുപാടുകൾ കാണാനും. ഇത് നമ്മുടെ വീടിൻ്റെ മുകളിൽ നല്ല ഫ്രണ്ട് വ്യൂ ആണ്. പാറമടയാണ് കേട്ടോ. അവിടെ അങ്ങനെ പുല്ലൊക്കെ വളർന്നിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കണ്ടോ, അതിൽ നിറയെ വെള്ളമൊക്കെ ഉണ്ട്. മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മാങ്ങ മാങ്ങകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടോ. മൂവാണ്ട മാങ്ങ അങ്ങനെ ദേ മാങ്ങകളൊക്കെ ഉണ്ട്. നമ്മളിത് പൊട്ടിച്ച് കടയിലേക്കും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ദേ ഇത് വീടിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു ഗൈസ്. ആ വീടുകളൊക്കെ തട്ടി നിരത്തി സ്ഥലമൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അപ്പുറത്തൊന്നും വീടുകളില്ല, പുറകിലാണ് ആകെ 2 വീടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇതേ പാറമോള് വരുന്നു ട്യൂഷൻ കഴിഞ്ഞിട്ട്. മേലൊന്നും കഴുകിയിട്ടില്ല കേട്ടോ, ഇനി മേലൊക്കെ കഴുകണം. അപ്പോൾ വേഗം പാറമോളും മുകളിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തി അച്ചുമോനും പാറമോളും ഇത് എന്താ പറയുക റുബിക്സ് ക്യൂബ് ഇത് സെറ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോഴേക്ക് സന്ധ്യ ആയിട്ടാ. പിറ്റേ ദിവസം രാവിലെ പാറമോള് കാണാതെ ഞാൻ വാട്ടർ ബോട്ടിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറമോളുടെ സന്തോഷം കണ്ടോ. കാരണം അവൾക്ക് വാട്ടർ ബോട്ടിൽ ഞാൻ മേടിച്ച് കൊടുക്കാതെ തന്നെയായിരുന്നു കേട്ടോ, എല്ലാം കളഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വാട്ടർ ബോട്ടിൽ കിട്ടി. പിന്നെ സ്കൂൾ വിട്ട് വന്നതേ പാറമോള് ട്യൂഷന് പോവാണ്. അപ്പോൾ അച്ചുമോൻ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് കിടക്കായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഉമ്മയൊക്കെ കൊടുക്കണം. എൻ്റെ ദൈവമേ, നേരിട്ട് കണ്ടാൽ കീരിയും പാമ്പുമാണ്. എന്തായാലും പാറമോള് ഉമ്മയൊക്കെ കൊടുത്ത് ട്യൂഷന് പോയിട്ട് വരട്ടെ.